വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നീറ്റ് 2024 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. നമുക്കറിയാം നെഫ്രോൺ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കോർട്ടിക്കൽ നെഫ്രോൺ, രണ്ട് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. അപ്പോൾ നമുക്ക് കിഡ്നിയെ രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാടാ? ഒന്ന് കോർട്ടക്സ് ആയിട്ട്, ഔട്ടർ പാർട്ട് ഈസ് കോൾഡ് കോർട്ടക്സ്, ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. കോർട്ടക്സിൽ മാത്രം കാണുന്ന നെഫ്രോണിനെ നമ്മൾ എന്ത് വിളിക്കും? കോർട്ടിക്കൽ നെഫ്രോൺ. ഇതാണ് കോർട്ടക്സിൽ മാത്രം കാണുന്ന നെഫ്രോൺ. ഓക്കെ അല്ലേ? ഇനി ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റീനൽ കോർപ്പസിൽസും പ്രോക്സിമൽ കൺവൽജന്റ് ട്യൂബുകളും എവിടെയാണ് ഉണ്ടാവുക? കോർട്ടക്സ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഹെൻലീസ് ലൂപ്പ് എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും? മെഡുലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, DCT എവിടെയാണ് ഉണ്ടാവുക? കോർട്ടക്സിലാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇതാണെന്ത് രണ്ട് ടൈപ്പ് നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ കോളംസ് ഓഫ് ബെർട്ടിനി. ഈ സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും കോളംസ് ഓഫ് ബെർട്ടിനിലേക്ക്, ഇതാണ് നമ്മുടെ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഈ കോളംസ് ഓഫ് ബെർട്ടിനിലേക്ക് എന്ത് വരുന്നില്ല? ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. റീനൽ കോർപ്പസിൽസ് ഓഫ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ ലൈസ് ഇൻ ദ ഔട്ടർ പോർഷൻ ഓഫ് ദ റീനൽ മെഡുല. ഒരിക്കലും ഈ കാണുന്ന റീനൽ കോർപ്പസിൽസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മെഡുലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അത് എവിടെ തന്നെ ഉള്ളത്? കോർട്ടക്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലൂപ്പ് ഓഫ് ഹെൻലി ഓഫ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് റൺസ് ഡീപ്പ് ഇൻ ടു ദ മെഡുല. ആ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ട് ഹെൻലീസ് ലൂപ്പ് എങ്ങോട്ട് പോകുന്നുണ്ട്? മെഡുലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് ഔട്ട് നമ്പർ ഓഫ് ദ കോർട്ടിക്കൽ നെഫ്രോൺസ്. ഓക്കെ അല്ലേ? നമുക്ക് കോർട്ടിക്കൽ നെഫ്രോൺ നോക്കുമ്പോൾ 85% ഉണ്ടാവും. ഓക്കെ, ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ വെറും 15% ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഏതാ? കോർട്ടിക്കൽ നെഫ്രോൺ. ആരല്ല? ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ.